ആയുരാരോഗ്യ സൗഖ്യത്തിന് ബ്രഹ്മമുഹൂർത്തത്തിലെ മന്ത്രജപം. ദിവ്യശക്തിയുള്ള അക്ഷരങ്ങളോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങളോ ആണ് മന്ത്രങ്ങൾ. നിരന്തരമായ ചിന്തയാണ് മനനം. മനനം കൊണ്ട് രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. ദേവീദേവന്മാരുടെ ശക്തി ഉൾക്കൊണ്ട ശബ്ദരൂപങ്ങളാണ് മന്ത്രങ്ങൾ. 10 പേരെ പരിചയപ്പെട്ടാൽ അതിൽ കൂടുതൽ പേർക്കും ഓരോരോ ആവലാതികളാണ് പറയാനുള്ളത്. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, കുടുംബവിഷമങ്ങൾ, ഇങ്ങനെ ആവലാതി പറയുന്നവരോട് അപേക്ഷ. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക. ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക. 4 വേദങ്ങളുടെ സൃഷ്ടാവായ ബ്രഹ്മദേവൻ്റെ ശക്തി സ്വയം ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. അപ്പോൾ എഴുന്നേറ്റ് വിധിപ്രകാരം നിത്യകർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഈശ്വരാരാധനയിൽ മുഴുകുക. മനസ്സിന് ഏകാഗ്രത കിട്ടാൻ എളുപ്പമുള്ള സമയമാണിത്. ഇങ്ങനെ സ്ഥിരമായി അനുവർത്തിച്ചാൽ മനോനിയന്ത്രണം ഉണ്ടാകും. ആയുസ് വർദ്ധിക്കും. മാറാരോഗങ്ങൾ വരില്ല. വന്നത് മാറും. ഐശ്വര്യം വർദ്ധിക്കും. ധനസമൃദ്ധി ഉണ്ടാകും. ദാമ്പത്യസുഖം കിട്ടും. വൈദ്യുതദോഷം അകന്നുപോകും. സന്താനഭാഗ്യം ഉണ്ടാകും. സന്താനങ്ങൾ സൽസ്വഭാവമുള്ളവരായി തീരും. ഇഷ്ടകാര്യസിദ്ധിക്കും ഉത്തമം. പരിശീലനം കൊണ്ട് മാത്രം മനസ്സിനെ ക്രമേണ നിയന്ത്രിക്കുക. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ മറ്റൊരു ചിന്ത മനസ്സിൽ വന്നാൽ ശ്രദ്ധിക്കാതെ ധ്യാനം തുടരുക. അത് പിന്നെ വരില്ല. മന്ത്രജപത്തിന് പറ്റിയ സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. സൂര്യോദയത്തിന് മുമ്പ് 7:30 വെളുപ്പുള്ളപ്പോൾ സൂര്യൻ്റെ ചൂടോ ചന്ദ്രൻ്റെ തണുപ്പോ ബാധിക്കാത്ത സമയമാണിത്. ഈശ്വരാരാധനയ്ക്ക് പറ്റിയ മുഹൂർത്തം. ഈ മുഹൂർത്തത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ആത്മീയ ജീവിതം നയിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന സമയവുമാണിത്. ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഈശ്വരാരാധനയ്ക്ക് പറ്റിയ സമയവും ഇതുതന്നെ. ബ്രാഹ്മമുഹൂർത്തത്തിലെ മന്ത്രജപം എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അഗാധമായ കടത്തിൽ മുങ്ങി നിൽക്കുന്നവർ, ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കാത്തവർ, മാറാരോഗങ്ങളിൽപ്പെട്ട് വലയുന്നവർ തുടങ്ങിയ എല്ലാവർക്കും രാവിലെയുള്ള മന്ത്രജപം സിദ്ധൌഷധമാണ്. പേരിനും പ്രശസ്തിക്കും ഇതിൽ പരം മറ്റൊരു ആരാധനയില്ല. ജപ, ധ്യാന, മന്ത്രോപാസനയിലൂടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഋഷിമാരായ അഗസ്ത്യമുനി, വശിഷ്ഠമുനി തുടങ്ങിയവർ കുടുംബസമേത മന്ത്രോപാസകരായിരുന്നു. അതിനാൽ ഗൃഹസ്ഥർക്കും മന്ത്രോപാസന ശക്തി നൽകും. ഗുരുപദേശപ്രകാരം ആർക്കും മന്ത്രോപാസകരാകാം. ഇതിന് സാഹചര്യമില്ലാത്തവരോ കഴിയാത്തവരോ ഇഷ്ടദേവതാമന്ത്രം ഭക്തിപൂർവ്വം ജപിക്കാം. ദിവ്യശക്തിയുള്ള അക്ഷരങ്ങളോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങളോ ആണ് മന്ത്രങ്ങൾ. നിരന്തരമായ ചിന്തയാണ് മനനം. മനസ്സുകൊണ്ട് രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. ദേവീദേവന്മാരുടെ ശക്തി ഉൾക്കൊണ്ട ശബ്ദരൂപങ്ങളാണ് മന്ത്രങ്ങൾ. പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഒരു നാദവിസ്ഫോടനത്തിൽ നിന്നാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ആധുനിക ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു. പ്രപഞ്ചോൽപത്തിക്കു കാരണമായ ശബ്ദമാണ് ഓംകാരം. എല്ലാ ശബ്ദങ്ങളുടെയും അല്ലെങ്കിൽ മന്ത്രങ്ങളുടെയും അടിസ്ഥാനമായാണ് ഓംകാരത്തെ കാണുന്നത്. ആ, ഉ, മ എന്നീ 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഓം എന്ന മന്ത്രം. ഗുരുപദേശമില്ലാതെ ജപിക്കാൻ ശക്തിയുള്ള ധാരാളം മന്ത്രങ്ങളുണ്ട്. ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രയുപാസനയാൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഓം ഐം ക്ലീം സൗം സരസ്വതിയെ നമഃ. ഈ മന്ത്രം വിദ്യാമേന്മയ്ക്ക് ഉത്തമം. ഓം ക്ലീം കാളികായെ നമ ഐശ്വര്യത്തിനും. ഓം ഹ്രീം ദും ദുർഗായെ നമ. ഓം ശ്രീ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമ ശിവായ. ഓം ശനീശ്വരായ നമ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കാൻ ഗുരുപദേശം വേണ്ട. ഇഷ്ടകാര്യസിദ്ധിക്കും ധനസമൃദ്ധിക്കും കീർത്തിക്കും എല്ലാത്തിനും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ഉപാസകർക്ക് ഗുരുപദേശപ്രകാരം ജപിച്ച് സിദ്ധി വരുത്താനും ഇഷ്ടകാര്യസിദ്ധിക്കും മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ജപിച്ചാൽ അതിൻ്റേതായ ഫലമുണ്ടാകും. സംശയമില്ല. പക്ഷേ ശിക്ഷിക്കാത്ത, ഒന്നും മുടങ്ങിയാലും പ്രശ്നമില്ലാത്ത ഇഷ്ടദേവതാ മന്ത്രങ്ങളാണ് നല്ലത്. പെട്ടെന്ന് നമ്മൾ വിളിച്ചു പോകുന്ന എൻ്റെ വിഷ്ണുവേ, എൻ്റെ കൃഷ്ണ, ദേവി എന്നിവരുടെ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഗൃഹസ്ഥർക്ക് ഉത്തമം. എന്നും ബ്രാഹ്മമുഹൂർത്തത്തിൽ നിത്യകർമ്മങ്ങൾക്ക് ശേഷം സ്വസ്ഥമായി പൂജാമുറിയിലോ ശുദ്ധമായ സ്ഥലത്തോ ഇരുന്ന് സാധകം ചെയ്യാം. ഒരു മന്ത്രം തിരഞ്ഞെടുത്താൽ അതുതന്നെ നിത്യവും ജപിക്കണം. 108 വീതം ജപിച്ചു തുടങ്ങിയാൽ ദിവസം കഴിയുന്തോറും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കണം. മാറ്റി മാറ്റി ജപിക്കാതെ ജപിച്ച മന്ത്രം തന്നെ തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. കൂടുതൽ ജപിക്കുന്നതിലല്ല കാര്യം, ഭക്തിയോടെ ജപിക്കുന്നതിലാണ്. ബുദ്ധി, ആരോഗ്യം, കീർത്തി, രോഗമുക്തി എന്നിവ അറിയാതെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഒന്ന് ശ്രമിക്കൂ.